everyone, welcome back to my YouTube channel. So, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ അടിപൊളിയായിട്ടിരിക്കുന്നു അല്ലേ? അടിപൊളിയായിട്ടിരിക്കുന്നു. അമ്മ ഇന്ന് ഫുൾ ഫാഷൻ ആയിട്ട് ഫുൾ സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ഔട്ട്ഫിറ്റിലാണ്. നല്ലൊരു ഇങ്ങനെ മുന്നോട്ടിരിക്കുമ്പോൾ കുറച്ച് ഒരു നല്ലൊരു ജീൻസും ടീഷർട്ടൊക്കെ ഇട്ട് ഞാനാണെങ്കിൽ ഉടുപ്പൊക്കെ ഇട്ട് നമ്മളിങ്ങനെ വന്നിരിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് അമ്മയുടെ കൂടെ ഒരു Q&A ആണ്. അമ്മയുടെ കൂടെ ഇതുവരെ നമ്മളിപ്പോൾ യൂട്യൂബ് തുടങ്ങിയിട്ട് 2 വർഷമായി. 2 വർഷം അല്ലേ? 2 വർഷത്തിന് മുകളിലായോ? 2 വർഷത്തിന് ശരിക്കും മുകളിലായി. പക്ഷേ ഇതുവരെ അമ്മയുടെ കൂടെ ഒരു Q&A ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ഓർത്തു വൈ നോട്ട് ഒരു Q&A ചെയ്യാലോ. എൻ്റെ അതിന് മുമ്പായിട്ട് Q&A സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ എല്ലാ കാര്യങ്ങളിലും അടിപൊളിയായിട്ട് ചെയ്യണ ഒരാളാണ്. എക്സാക്റ്റ് അമ്മയ്ക്ക് മടിയുള്ള ഒരൊറ്റ കാര്യമുണ്ട്. ഒരൊറ്റ കാര്യം, മടിയല്ല എന്താണ് എന്നുള്ളൊരൊറ്റ കാര്യമുണ്ട്. ആ ഒരു കാര്യം ഞാൻ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പോകണം. അമ്മയ്ക്ക് അത് പോയി ചെയ്യാൻ ചെറിയൊരു മടിയാണ്. അപ്പം വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാമല്ലോ എന്ന് ഓർത്തിട്ട് ഞാനത് അമ്മയ്ക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുകയാണ്. സോ അമ്മ എടുത്തോളൂ. എന്താണ് മനസ്സിലായോ? അഗാരോയുടെ നെയിൽ ഡ്രിൽ ആൻഡ് പോളിഷർ. യെസ്, ഞാൻ ഓർത്തു അമ്മയ്ക്കൊരു ഒരു പ്രൊഡക്റ്റ് നമ്മുടെ അഗാരോൻ്റെ നെയിൽ ഡ്രില്ലിങ് ആൻഡ് പോളിഷർ നമുക്ക് അമ്മ എന്നോട് പറഞ്ഞില്ലായിരുന്നു മാനിക്യൂറും പെഡിക്യൂറും അമ്മയ്ക്ക് വീട്ടിൽ നിന്ന് ചെയ്യണമെന്ന്. ആക്ച്വലി അമ്മ എനിക്ക് ഒരിക്കൽ ബക്കറ്റിൽ കാലൊക്കെ വെച്ച് നല്ലപോലെ ബ്രഷൊക്കെ വെച്ചിട്ടാണ് എനിക്ക് ചെയ്തു തന്നത്. പക്ഷെ ഞാൻ ഇന്ന് നമുക്ക് പ്രൊഡക്റ്റ് ആയിട്ട് ഞാൻ ഓർത്തു അമ്മയ്ക്ക് അത് തരാമെന്ന്. അപ്പം നമുക്കിനി ഇത് വീട്ടിൽ നിന്ന് ചെയ്യാമല്ലോ. മാനിക്യൂർ ആണെങ്കിലും പെഡിക്യൂർ ആണെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പം ഈ പ്രൊഡക്റ്റിനെ പറ്റി നമുക്ക് പറഞ്ഞു കൊടുക്കണം, അവർക്കും പറഞ്ഞു കൊടുക്കണം, അമ്മയ്ക്കും പറഞ്ഞുതരാമെന്ന് ഞാൻ ഓർത്തിരിക്കുമായിരുന്നു. സോ അത് ഓപ്പൺ ചെയ്യട്ടെ. ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഉള്ളിൽ ഇതാണ് നമ്മുടെ മെയിൻ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഇത്രയും സംഭവങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത്. ആൻഡ് ഇത് ഓൺ ആക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓൺ ബട്ടൺ ഉണ്ട്. ഇത് മുകളിലേക്ക് ആക്കിയാലും താഴേക്ക് ആക്കിയാലും നമുക്ക് ഓൺ ആക്കാൻ പറ്റും. പിന്നെ ഇതിന് ഡിഫറെൻറ്റ് മോഡ്സ് ഉണ്ട്. സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്ന ബേബി മോഡാണ്. നമ്മൾ ആദ്യമായിട്ട് ചെയ്യുവാണെങ്കിൽ ശരിക്കും ബേബി മോഡിലിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എപ്പോഴും ബെറ്റർ. അതിൻ്റെ കൂടെ തന്നെ അതിൽ തന്നെ ഒരു ടോർച്ചും കൂടെ വരുന്നുണ്ട്. ലൈറ്റ് ഉണ്ട്. നമുക്കപ്പം ഫിറ്റ് ചെയ്യാനാണെങ്കിലും എന്തൊരു സാധനം ഫിറ്റ് ചെയ്യാനാണെങ്കിലും ഭയങ്കര ഈസിയാണ്. ഇപ്പോൾ ഒരു സംഭവം എടുത്തിട്ട് നമുക്ക് നേരെ ഇങ്ങനെ ഫിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ടോർച്ച് വെച്ച് നോക്കിയിട്ട് അമ്മയ്ക്ക് ഞാൻ കൈ ചെയ്ത് തരും. ഞാൻ ആക്ച്വലി ഇപ്പം ഞാൻ കാലൊന്ന് ചെയ്തു തരാം. നമുക്ക് ആക്ച്വലി ആ കാലൊന്ന് വേഗം അമ്മയ്ക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ Q&Aയിലോട്ട് നേരെ കിടക്കാം. ഓക്കെ, ഇതൊരു 8-in-1 മാനിക്യൂർ പെഡിക്യൂർ കിറ്റാണ്. ഇതിൻ്റെ അകത്ത് സ്പീഡ് ആണെങ്കിൽ 5x മോഡ്സ് ഉണ്ട്. ആൻഡ് അതുപോലെ തന്നെ 3 hours റൺ ടൈം ആണുള്ളത്. 1 year വാറണ്ടിയും ഉണ്ട്. ഇതിന് ഓരോന്നും ഡിഫറെൻറ്റ് പേർപ്പസസ് ആണ് കേട്ടോ. അപ്പോൾ ചിലതാണെങ്കിൽ നമ്മൾ ക്യൂട്ടിക്കൾ ആണെങ്കിൽ നല്ല നൈസായിട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നല്ലപോലെ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനെ ഡിഫറെൻറ്റ് യൂസസിന് വേണ്ടിയിട്ടാണ് ഓരോന്നും ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ആദ്യത്തെ സിലിണ്ടറിക്കൽ മൈലിംഗ് കട്ടർ എടുത്തിട്ട് നമ്മുടെ ക്യൂട്ടിക്കൾസ് ഉണ്ടല്ലോ അതൊന്ന് പുഷ് ബാക്ക് ചെയ്യും. കാരണം കുറച്ചുകൂടെ വൃത്തി ഉണ്ടാവും നമ്മൾ ക്യൂട്ടിക്കൾസ് ഒന്ന് മര്യാദയ്ക്ക് ചെയ്യുവാണെങ്കിൽ. പിന്നെ ഞാൻ നഖം ഒന്ന് ഈവൺ ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫെൽറ്റഡ് വൂൾ ബിറ്റ് ആണ്, അത് വെച്ചിട്ടാണ് ചെയ്തത്. അതാകുമ്പോൾ നമ്മുടെ നഖത്തിന്റെ ആ മോൾ ഭാഗത്ത് ഇച്ചിരി ഒന്ന് നമുക്ക് ഓർഡർ ആക്കാൻ പറ്റും. ആഫ്റ്റർ ദാറ്റ് ഞാൻ ഒന്നുകൂടെ ക്യൂട്ടിക്കളുടെ ഭാഗത്ത് ഇച്ചിരി കൂടെ വൃത്തിയാക്കണം. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും ആക്ച്വലി ഡേർട്ടോ അതില്ലെങ്കിൽ ക്യൂട്ടിക്കളുടെ ഭാഗമൊക്കെ എങ്ങനെ നന്നായിട്ട് നമുക്ക് വൃത്തിയാക്കാൻ പറ്റുന്നു. ആൻഡ് ദെൻ ആഫ്റ്റർ ദാറ്റ് എല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ലാസ്റ്റ് സഫയർ സാലസ് സാൻഡർ എന്നാണ് അതിന്റെ പേര്. അത് വെച്ച് ഹീൽസിലെ കാലസ് റിമൂവ് ചെയ്യാനും പറ്റും. ആൻഡ് ചടാ, ഞാനാണെങ്കിൽ അമ്മയുടെ തമ്പ് മാത്രമാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ആക്ച്വലി മറ്റേ കാലിൻ്റെ തമ്പും കൂടെ വെച്ച് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവും എന്ത് വൃത്തിയിൽ ഡിഫറൻസാണ് വന്നതെന്ന്. അപ്പോൾ നമ്മുടെ Q&A നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അമ്മയ്ക്ക് നമ്മുടെ പ്രൊഡക്റ്റ് ഒക്കെ ഇഷ്ടമായോ? അടിപൊളി. അതെ, അപ്പോൾ നമുക്ക് നമ്മുടെ Q&Aയിലോട്ട് നേരെ കിടക്കാം. ഈ Q&A എന്ന് പറയുമ്പം എന്താണെന്നാണ് അമ്മയുടെ ഒരു വിചാരം? ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ. അതെല്ലാവർക്കും അറിയാം ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ആണെന്ന്. അങ്ങനെയല്ല, എന്ത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും? എനിക്കറിയില്ല, നീ അല്ലേ ചോദിക്കുന്നത്. ഓക്കെ, അതായത് അമ്മയോട് ഞാൻ ഒരു ക്വസ്റ്റ്യന് എന്താണെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇത് നമ്മൾ ജസ്റ്റ് ആസ് എ പാരന്റ് ആയിരിക്കും, ആസ് എ മദർ, ആസ് എ എന്താ പറയുക ഹ്യൂമൻ ബീങ് ആയിട്ടുള്ള കുറച്ച് ലൈഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. റിലേറ്റഡ് ടു ഞാൻ റിലേറ്റഡ് ആണ്, പൊഞ്ചി, അങ്ങനെ എല്ലാവരും റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അമ്മയുടെ അമ്മയ്ക്ക് ഇപ്പം എത്ര വയസ്സായി? കുഴപ്പമില്ല, 2 മക്കളുള്ള എത്ര കുഴപ്പമുണ്ടോ? എന്നാലും നമുക്ക് ഏതിലാണ് ഏകദേശം നിങ്ങൾ ഗസ് ചെയ്യുക. അപ്പൊ എന്തായാലും അമ്മയ്ക്ക് ഒരു ഫ്യൂ ഡെക്കേഡ്സ് അമ്മ ജീവിച്ചിട്ടുണ്ടല്ലോ. ഒരു ഡെക്കേഡ് എന്ന് പറഞ്ഞാൽ 10 വർഷം, ഫ്യൂ ഡെക്കേഡ്സ് ജീവിച്ചിട്ടുണ്ട്. അപ്പൊ അമ്മയ്ക്ക് ആ ജീവിച്ച ഡെക്കേഡ് ഓക്കെ, അപ്പൊ 50s ഇപ്പൊ പറഞ്ഞേക്കുന്നത്. 50s അമ്മ ഇപ്പം. സോ അമ്മയ്ക്ക് ഡെക്കേഡ്സിൽ ഏത് ഡെക്കേഡാണ് ഒന്നോടെ ഒന്ന് ജീവിക്കാൻ തോന്നുന്നത്? ഒന്നുകൂടെ ഒന്ന് ജീവിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഈ ഒരു ഡെക്കേഡ് ജീവിക്കാം, ഈ ഒരു 10 വർഷം എനിക്ക് ഒന്നുകൂടെ ഒന്ന് ജീവിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. 20 to 30. 20 വയസ്സ് തൊട്ട് 30 വയസ്സുള്ള വൈ എന്തുകൊണ്ട്?
ആ സമയത്തായിരുന്നു എന്താ പറയാ നിങ്ങൾ ഉണ്ടായത് രണ്ടുപേരും. പിന്നെ കുഞ്ഞിപ്പിള്ളേരായിരുന്നു, അപ്പൊ അടി ഉണ്ടാക്കാനൊന്നും വയ്യായിരുന്നല്ലോ, ക്യൂട്ടായിട്ട് ഇങ്ങനെ ഇരിക്കുവായിരുന്നു. ഞങ്ങൾ ആദ്യം ബോംബെക്ക് പോയി. അങ്ങനെ അതാണ് ഒന്നും കൂടി ജീവിക്കാൻ തോന്നുന്നു. അപ്പൊ 20 to 30 ആണ് ഹണിമൂൺ പീരീഡ് ആണ് ഒന്നുകൂടി ജീവിക്കാൻ തോന്നുന്നത്. ഹണിമൂൺ പീരീഡ് മാത്രമല്ലല്ലോ നിങ്ങളുണ്ടായ സമയല്ലേ പൊന്നു നീ ഒക്കെ ആ സമയം. അമ്മയുടെ 25 ഇയേഴ്സിലാണ് അമ്മച്ചിയുടെ അടുത്തിരുന്നത്. 25 ഇയേഴ്സിലാണ് ഇത്രേ ഉള്ളൂ എടുത്തിരിക്കുന്നത് പൊഞ്ചി ഉണ്ടാവുന്നത്. ഞാൻ 30യിലാണ് ഞാൻ ഉണ്ടാവുന്നത്. സോ 20 to 30 ആണ് അമ്മയ്ക്ക് റീലീവ് ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു സമയം. ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ ഒരു പാരന്റ് ആവുകയാണല്ലോ. അപ്പൊ അമ്മ പാരന്റ് ആവുന്ന സമയത്ത് അമ്മയുടെ പാരൻസിന്റെ കയ്യിൽ നിന്ന് അമ്മ എടുത്ത എന്തെങ്കിലും സംഭവം അമ്മ പാരന്റ് ആയപ്പം അത് ലൈഫിലേക്ക് ഇതാക്കിയായിരുന്നു. ബിക്കോസ് അമ്മയുടെ പാരൻസ് അമ്മേനെ എങ്ങനെ വളർത്തിയെന്ന് കാണുന്നുണ്ടല്ലോ. അപ്പൊ അമ്മ ഒരു അമ്മയായപ്പോ ആ മക്കളെ വളർത്തുന്നതിൽ അമ്മ എന്തെങ്കിലും എടുത്തിട്ടുണ്ടായിരുന്നു? അത് പറയാമെങ്കിൽ അമ്മച്ചിനെ ഒക്കെ ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ഏറ്റവും ഇളയാളെ, എനിക്ക് ചേച്ചിമാരുണ്ട്. പക്ഷേ നിങ്ങൾ അങ്ങനെയല്ല, ശരിക്കും ഒന്നും ചെയ്യാണ്ടൊന്നുമല്ല. നിങ്ങളോട് ഞാൻ പാത്രം കഴിവൊക്കെ ഡ്രസ്സ് എടുത്ത് വെക്കുന്നൊക്കെ പറയുമായിരുന്നു ചെയ്തില്ലെങ്കിലും. പക്ഷെ എന്നോട് പറഞ്ഞിട്ട് പോലും ഇല്ല. ഞാനൊന്നും ചെയ്തിട്ടേ ഇല്ല ശരിക്കും പറയാമെങ്കിൽ. ഞാൻ കല്യാണം കഴിഞ്ഞിട്ടൊക്കെ ചെയ്തിട്ടുള്ളൂ. അപ്പൊ അമ്മച്ചിയുടെ കയ്യിൽ നിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അമ്മച്ചിയോ ചാച്ചനോ ആയിരിക്കാം എന്തെങ്കിലും അമ്മ എടുത്തിട്ടുണ്ടോ? അമ്മ പുതിയതായിട്ട് മൊത്തത്തിൽ അത് എങ്ങനെ എക്സ്പ്ലോർ ചെയ്തു? എടുത്തിട്ടില്ല, പുതിയതായിട്ടൊന്നുമില്ല. അങ്ങനെയൊന്നും എനിക്ക് കറക്റ്റ് ആൻസർ ഇല്ല. അത് ആലോചിക്കുക എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നില്ല. അത് എടുത്തിട്ടുണ്ടോ ചോദിച്ചാൽ അമ്മ ഞാൻ നിങ്ങളെ വെച്ച് നോക്കാമെങ്കിൽ ഞാൻ ഒന്നും ചെയ്യാണ്ട് വളർന്ന ഒരാളാണ്. ഒരു പണിയും ചെയ്യാൻ സ്പോയിൽഡ് ബ്രാച്ച് ആയിരുന്നു. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്തുകൊണ്ടാന്ന് പറ. അമ്മ ഏറ്റവും ഇളയതായിരുന്നു. അമ്മ 6 പേരാണ്. 6 പേരിൽ ഏറ്റവും ഇളയതായിരുന്നു. അമ്മയ്ക്ക് എത്രയോ മൂത്ത ചേച്ചിമാരാണ്. എന്റെ കുഞ്ഞാഞ്ഞയുടെ എന്റെ നാത്തൂന്, പിന്നെ അമ്മ, എല്ലാരും ഉണ്ടായിരുന്നു. ഭയങ്കര മൂത്ത അങ്കളപ്പ അമ്മനെക്കാട്ട് എത്ര വയസ്സ് മൂത്തത്? നല്ല മൂത്തമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അമ്മയായിരുന്നു അവിടെ ഏറ്റവും ബേബി. സോ അതുകൊണ്ട് എല്ലാരും ഇങ്ങനെ നോക്കുമായിരുന്നു ഇങ്ങനെ. അതുകൊണ്ടുള്ളൊരു സ്പോയിൽസ് ആണ്, വേറെ രീതിയിലുള്ള സ്പോയിൽസ് ഒന്നുമല്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഒരമ്മ ആവുന്നതിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യം എന്താണ്? ഒരമ്മയാവുന്നതിൽ ഏറ്റവും ബുദ്ധിമുട്ട് ഈ സമയത്താണ്. ഏത് സമയത്ത്? ഇവരൊക്കെ വലുതായി കഴിയുമ്പം. ചെറുതാകുമ്പോൾ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല, നല്ല സുഖമായിരുന്നു. എന്താ പറയാ, അപ്പൊ ഞാൻ ജോലിയൊന്നും ചെയ്യുന്നില്ലല്ലോ. നിങ്ങൾ ചെറുതാവുമ്പോൾ നിന്നെ LKG ചേർക്കുമ്പോഴല്ലേ ഞാനിവിടെ ജോലിക്ക് ജോയിൻ ചെയ്യുന്നത്. അതുവരെ ഞാൻ അല്ല പുറത്ത് ജോലിക്കൊന്നും പോകുന്നില്ലല്ലോ. നേവി നഗറിലായിരുന്നു, കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഇങ്ങനെ കറങ്ങിയിട്ട് നല്ല സുഖം, അടിപൊളിയായിരുന്നു ജീവിതം, അടിപൊളി. അത് കാരണം ബുദ്ധിമുട്ടൊന്നും ഉണ്ടല്ലോ. ഇപ്പം വലുതായപ്പോഴല്ലേ ടെൻഷൻ എനിക്ക് ശരിക്കും കൂടുതൽ. ഇവരെ രണ്ടുപേരെ സെറ്റിലാക്കണം, നല്ല ചെക്കന്മാരെ കിട്ടണം, കല്യാണം കഴിഞ്ഞ് ജോലി, അങ്ങനെ കുറേ അങ്ങനത്തെ ചിന്ത. ചെക്കന്മാരെ കിട്ടുന്നവരെ അങ്ങോട്ട് ഇട്ടു പോയി. ഒരാൾക്ക് കഴിഞ്ഞു, ഒരാൾക്ക് ഇപ്പോഴാണ് ഹാർഡസ്റ്റ് പാർട്ട് എന്നാണ് അമ്മ പറയുന്നത്. ഹാർഡസ്റ്റ് ആയിട്ട് ഒന്നുമില്ല, ആദ്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും എനിക്ക് അത്ര ഹാർഡസ്റ്റ് ഒന്നുമല്ല. അമ്മ എൻജോയ് എന്നാലും കൂടുതൽ കുറച്ചൊരു ചിന്ത ചെറുപ്പത്തിൽ ഒട്ടും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോഴാണ് അമ്മ സ്കൂൾ ടൈമിലാണേലും ഉണ്ടായിരുന്നൊന്നുമില്ല, ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നു. സ്കൂൾ ടൈമിലൊക്കെ ഞങ്ങൾ ഭയങ്കര സ്റ്റുഡിയസ് ആയിരുന്നു. നമ്മളെല്ലാത്തിലും വളരെ ആക്റ്റീവ് ആയിട്ടുള്ള പിള്ളേരായിരുന്നു. അല്ലേ പറഞ്ഞു കൊടുക്കാൻ? ഞാൻ പുറകെ അമ്മ ഉണ്ടാവും. അപ്പൊ കലോത്സവത്തിന് പോകാനാണെങ്കിൽ അമ്മയായിരിക്കും കൊണ്ടുപോകുന്നുണ്ടാവുക. പപ്പ എന്താന്ന് വെച്ചാൽ പപ്പ ഷിപ്പിലായതുകൊണ്ട് പപ്പ വരുന്ന സമയത്ത് പപ്പ ഉണ്ടാവും. അപ്പൊ അങ്ങനെയായിരുന്നു, രണ്ടുപേരും അങ്ങനെ മാറിയായിരുന്നു. ബുദ്ധിമുട്ടൊന്നും. അപ്പം അതുകൊണ്ട് തന്നെ അപ്പൊ അമ്മ എൻജോയ് ചെയ്യുന്നുണ്ട് മദർ ലൈഫ് എന്നാണ് പറയുന്നത്. അതെ തീർച്ചയായും. അത് നല്ല 2 പൊന്നോമന മക്കളെ കിട്ടിയതുകൊണ്ടാന്ന് പറ. അതെ പൊന്നോമനകളെ കൊണ്ട് നല്ലോണം എൻജോയ് ചെയ്യും. അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അമ്മ ലൈഫിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ലൈഫിനെ പറ്റിയിട്ട് നേരത്തെ ഈ ഒരു കാര്യം എനിക്ക് അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് വിചാരിച്ച എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? ലൈഫിനെ പറ്റിയിട്ട് ലൈഫ് അമ്മ ജീവിക്കുന്ന സമയത്ത് അമ്മ ഇപ്പം നോക്കുമ്പോൾ പക്ഷെ എനിക്കിത് ചെറുപ്പത്തിൽ എനിക്കിത് അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ നന്നായിട്ട് ലൈഫ് ജീവിക്കാൻ പറ്റുമായിരുന്നു. ഇല്ലില്ല, എനിക്ക് എൻ്റെ ലൈഫ് നല്ലത് തന്നെയായിരുന്നു. ഞാൻ ഒരിടത്തും ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് റിഗ്രറ്റ് ചെയ്തിട്ടില്ല. ഇല്ല, എനിക്ക് സത്യമായിട്ട് എനിക്ക് ജീവിതം 2ആയി മാറുന്നത് എന്താണ്? ഒന്ന് കല്യാണത്തിന് മുന്നേ, ഒന്ന് കല്യാണം കഴിഞ്ഞെന്നല്ലേ. കല്യാണത്തിന് മുന്നേയും അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ജനിച്ച് വളർന്നൊക്കെ ഒരു ഗ്രാമത്തിലായിരുന്നു, വിലങ്ങാടെന്ന് പറയുന്നത്. പക്ഷേ നല്ലതായിരുന്നു. പക്ഷേ സ്കൂളിങ് മാത്രം ഞാൻ ഓർക്കുമ്പോൾ എനിക്ക് തോന്നും കുറച്ചും കൂടെയും അതായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഇതാവാമായിരുന്നു എന്ന്. അല്ലാതെ എനിക്ക്
വേറെ ഒന്നും ഇഷ്ടമായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് അതിലും അടിപൊളിയായിരുന്നു. അമ്മയ്ക്ക് ചെയ്യണം എന്ന് ഇപ്പൊ ആഗ്രഹമുള്ളൊരു കാര്യം എന്തായിരുന്നു? ചെയ്യണമെന്നുള്ള ആഗ്രഹം എന്തായിരുന്നു അറിയാവോ? എനിക്ക് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എനിക്ക് LLB കഴിഞ്ഞ് വക്കീലാവണമെന്നായിരുന്നു. പക്ഷേ അത് നടന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ സ്കൂളിങ്ങൊക്കെ ഇത്തിരിയും കൂടെ ഒരു ഇവർ പഠിച്ച പോലൊക്കെ ആയിരുന്നെങ്കിൽ ഞാനിപ്പോൾ നല്ല ഹൈക്കോടതിയിൽ നല്ല ലീഡിങ് വക്കീലായിട്ടിരുന്നേനെ. അതെ, തീർച്ചയായിട്ടും. അമ്മയുടെ ഒരു മെയിൻ പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ ഇസ് വെരി കോൺഫിഡൻറ്റ് അബൌട്ട് ഹെർസെൽഫ് ഇൻ എനിത്തിങ് ആൻഡ് എവറിത്തിങ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തോന്നുന്നത്, ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം മാറിയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കാൻ നോക്കും, അമ്മയ്ക്ക് അങ്ങനെ ഒരു കാര്യം മാറ്റണ്ട. അമ്മ അല്ലേ, അമ്മ ഇപ്പൊ വളർന്നു വന്ന് ആ രീതി തന്നെ മതി, ആ രീതി തന്നെ ഷീസ് മോർ ദൻ ഗ്രേറ്റ്ഫുൾ ഫോർ വാട്ട് എവർ ഷീ ഹാഡ് ആൻഡ് വാട്ട് ഷീ ഹാസ്. ഞാൻ അയ്യോ ഇല്ലല്ലോ, ഞാൻ ഒന്നിനും എന്താണല്ലോ ഉള്ളത് എന്താണോ അതിൽ ഞാൻ വെരി ഹാപ്പിയാ. എന്താണെങ്കിലും ഇപ്പം നമുക്ക് കഷ്ടപ്പാടാണെങ്കിലും ബാക്കി ഇതിലും കൂടുതൽ കഷ്ടപ്പാട് ഉണ്ടായില്ലല്ലോ, അങ്ങനെയല്ല ചിന്തിക്കുന്നത്, അങ്ങനെയാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം ആ ഒരു ആൻസർ വന്നതെന്നാണ് എനിക്ക്. പിന്നെ വലിയൊരു കഷ്ടപ്പാടൊന്നും ദൈവം സഹായിച്ചുണ്ടായിട്ടില്ലല്ലോ. നമ്മള് ജീവിതത്തിൽ ഉണ്ടാവുന്ന കഷ്ടപ്പാടുകള് അതെല്ലാ മനുഷ്യനും അതിനെ കുറിച്ച് സങ്കടപ്പെട്ടിട്ടൊന്നും കാര്യമില്ലല്ലോ. ഞാൻ സങ്കടപ്പെടാറുമില്ല. പിന്നെ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും നന്ദി തന്നെ, ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക എപ്പോഴും എന്നുള്ളതാണ് ശരിക്കും കീ എന്ന് പറയുന്നത്. ബി ഗ്രേറ്റ്ഫുൾ ടു വാട്ട് വി ഹാവ്, ഗ്രാറ്റിറ്റ്യൂഡ്. ഓക്കെ, ഗുഡ് ജോബ്. അടുത്തത് ഓക്കെ, അമ്മ ലൈഫ് ഡിഫിക്കൽട്ട് ആവുന്ന സമയത്ത്, ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ ലൈഫ് ഡിഫിക്കൽട്ട് എന്തൊക്കെയാണെന്നറിയോ? ഞാൻ തുണി മടക്കി വെച്ചില്ല, അതൊക്കെയാണ് അമ്മയുടെ ലൈഫിൽ ഡിഫിക്കൽട്ട് എന്ന് പറയുന്നത്. ഞാൻ തുണി മടക്കി വെച്ചില്ല, അങ്ങനെയൊന്നും അല്ല കേട്ടോ. ആൾക്കാർ ഭയങ്കര തമാശയായിട്ട് പറഞ്ഞത്. ഡിഫിക്കൽട്ടീസ് എന്ന് പറയുന്നത് എല്ലാ മനുഷ്യനും ഉണ്ട്. പക്ഷെ അയ്യോ ഡിഫിക്കൽട്ട് ആണല്ലോ എന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുമല്ലേ ഉള്ളൂ. അതിനെ ഓവർകം ചെയ്യാനായിട്ടുള്ള വഴികൾ അതെന്താന്നാണ് ചോദിക്കുന്നത്. ഇപ്പൊ അമ്മയ്ക്ക് ലൈഫ് ഡിഫിക്കൽട്ട് ആകുമ്പോൾ അമ്മ എങ്ങനെയാണ് അത് ഓവർകം ചെയ്യാറുള്ളത്? എന്താണെന്ന് ചോദിച്ചാൽ ആദ്യം ഞാൻ എൻ്റെ എന്താ പറയാ, അയ്യോ ഇത് ഞാനൊരു ദൈവവിശ്വാസിയാണ്, പക്ഷേ അന്ധവിശ്വാസിയല്ല. ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നുള്ള വിശ്വാസമൊന്നുമല്ല എനിക്ക്. ഒരു ശക്തിയിൽ എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. അതൊരു പ്രത്യേക ആക്ഷനിലൂടെയോ ഒരു കാര്യങ്ങളിലൂടെയോ ഒന്നുമല്ല വിശ്വാസം കാണിക്കേണ്ടതെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ വിശ്വസിക്കുന്ന ശക്തി എന്ന് പറഞ്ഞാൽ ആ ദൈവത്തോട് നന്ദി പറയുക എന്നുള്ളതാണ്. എനിക്ക് ഏറ്റവും ഡിഫിക്കൽട്ടി വന്നാലും ഞാൻ ഈശ്വര നന്ദി എന്ന് പറയും. ഈശോയെ സ്തുതി എന്ന് ആദ്യം എൻ്റെ മനസ്സിൽ വരും. അപ്പം അങ്ങനെ ഒരു കുറേ പ്രാവശ്യം പറയുമ്പോൾ തന്നെ എനിക്ക് സ്ട്രെങ്ത് ആവും. അപ്പം ഞാൻ നിങ്ങളോടും പറയില്ലേ, എപ്പോഴും ഒരു കാര്യം ചോദിക്കണ്ട, ഒന്നും ഇങ്ങനെ അയ്യോ ഇത് കിട്ടണേ എന്ന് ചോദിക്കാണ്ട് ഒരു ഡിഫിക്കൽട്ടി വന്നാൽ ശരിക്കും ഞാൻ അങ്ങനെയാണ് ചെയ്യുക. ഒരു സങ്കടം വരുമ്പോൾ പെട്ടെന്ന് എനിക്ക് സങ്കടം വരുന്ന ആളാണ്. പെട്ടെന്ന് ഞാൻ കരയും, പെട്ടെന്ന് എനിക്ക് സങ്കടം വരും. പക്ഷെ സങ്കടം വരുമ്പോൾ എൻ്റെ മനസ്സിൽ ഞാനിങ്ങനെ പറഞ്ഞു കഴിയുമ്പം ഒരു ആശ്വാസം കിട്ടും എനിക്ക് ഡിഫിക്കൽട്ടീസ്. പിന്നെ വേറെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഡിഫിക്കൽട്ടീസിനെ സഹായിക്കാനായിട്ട് അതിന് സംസാരിക്കാനായിട്ട് എനിക്ക് ഒത്തിരി ആൾക്കാരുണ്ട്. എൻ്റെ ചേച്ചിമാരുണ്ട്, എൻ്റെ ബ്രദറുണ്ട്, പിന്നെ ഏറ്റവും നല്ലത് എനിക്ക് എൻ്റെ ഹസ്ബൻഡ് മാത്യുവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനും, പിന്നെ ഫ്രണ്ട് അത് സുനിതേനോട് സ്കൂളിലൊക്കെയാണ് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും സുനിതേനോട് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാശ്വാസം എനിക്ക് കിട്ടും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് 2 സിസ്റ്റർ ചേച്ചിമാരൊക്കെ ഉണ്ട്, അവരോടൊക്കെ പറഞ്ഞാൽ ഭയങ്കര ആശ്വാസമാണ്. പിന്നെ എല്ലാത്തിനേക്കാളും മാത്യുണ്ട്, എൻ്റെ ബ്രദറുണ്ട്, എൻ്റെ കുഞ്ഞാഞ്ഞനോട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇതാണ്. പിന്നെ മക്കളുണ്ട്, മക്കളുണ്ട്. മക്കൾ പിന്നെ എപ്പോഴും കൂടി ഉണ്ടല്ലോ. മക്കളോട് പിന്നെ അധികം പ്രോബ്ലം ഒന്നും പറഞ്ഞ് അങ്ങനത്തെ വലിയ പ്രോബ്ലം ഒന്നും ഇല്ല കേട്ടോ. ഞാൻ പറയാ ഇത് ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഓവർകം ചെയ്യുന്നത്. ഓക്കെ, അടിപൊളി. അടുത്തത് എന്താണ് നമ്മുടെ ഫേവററ്റ് മെമ്മറി ആസ് എ ഫാമിലി? ജസ്റ്റ് 4 പേരും കൂടെ ഒരുമിച്ച് ഉള്ള സമയത്ത് ഒരു ഫേവററ്റ് മെമ്മറി ഇപ്പം ആലോചിക്കുമ്പോൾ അമ്മയ്ക്ക് ഏത് മെമ്മറിയാണ് ആദ്യം വരുന്നത്? 4 പേരും കൂടെ ഒരുമിച്ചുള്ളത്. 4 പേരും കൂടെ എല്ലാം അങ്ങനെയല്ലോ, അമ്മയ്ക്ക് മനസ്സിലേക്ക് വരുന്ന ഒരു മെമ്മറി ഇങ്ങനെ ക്ലിയർ ആയിട്ട് വരും. ഇപ്പം പൊന്നൂൻ്റെ കല്യാണം ഭയങ്കര നല്ല മെമ്മറബിൾ അല്ലേ? കുറച്ചുകൂടെ പഴയത് പറയാമെങ്കിൽ നമ്മൾ ഏറ്റവും ഭയങ്കരമായിട്ട് ഓർക്കുന്നത് സെന്റ് പീറ്റേഴ്സ്ബർഗിലെ ജീവിതം. സെന്റ് പീറ്റേഴ്സ്ബർഗ് എന്ന് പറയുന്നത് നമ്മൾ റഷ്യയിലാണ് ഞാൻ ജനിച്ചത്. അപ്പോൾ ഞങ്ങൾ 2000 2 വർഷം ഫുള്ളും സെന്റ് പീറ്റേഴ്സ്ബർഗിലുണ്ടായിരുന്നു. അയ്യോ അത് ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ 2000 ആണ് ഇവളുണ്ടാവുന്നത്. 2000 ഡിസംബറിൽ. അപ്പം 2001 പകുതി ഉണ്ടായിരുന്നു ഞങ്ങൾ അവിടെ. അതെ, അപ്പൊ എനിക്ക് ഓർമ്മയൊന്നുമില്ല, എനിക്ക് അറിയത്ത് പോലും ഇല്ല. കൊഞ്ചി എവിടെയാണ് കിൻഡർഗാർഡൻ പഠിച്ചത്?
പൊഞ്ചിക്ക് ആ സമയത്ത് കുറച്ച് റഷ്യനൊക്കെ അറിയായിരുന്നു ആ സമയത്ത് ഞങ്ങൾക്കൊക്കെ അറിയായിരുന്നു. അറിയായിരുന്നു ആ സമയത്ത് അവിടെ അവിടെ ശരിക്കും മാനേജ് ചെയ്യാൻ അറിയായിരുന്നു, ഷോപ്പിങ്ങിന് പോകാനും. അവിടെ ഉള്ളപ്പോ മുഖ്യമാണല്ലോ. അവിടെ ഉള്ളപ്പോ പിന്നെ നമ്മൾ ലാംഗ്വേജ് പഠിക്കണല്ലോ അവിടുത്തെ. കഴിഞ്ഞ ദിവസവും ഞാൻ പറഞ്ഞില്ലേ ആദ്യം ഷവർമ കഴിക്കുന്നത് സെന്റ് പീറ്റേഴ്സ്ബർഗിലാണ്. അതെ, അതാണോ അപ്പൊ ഓർമ്മ? അവിടുത്തെ എന്തെങ്കിലും ഒരു സ്പെസിഫിക് ഓർമ്മയുണ്ടോ? ഓക്കെ, അവിടുത്തെ സ്പെസിഫിക് ഓർമ്മ എന്ന് പറയുന്നത് അവിടുത്തെ ചോക്ലേറ്റ് ഐസ്ക്രീം. അയ്യോ എത്ര കഴിച്ചിട്ടുണ്ടെന്ന് പറയാൻ പറ്റൂല. അതാണ് എത്ര കഴിച്ചിട്ട്. ഇതെങ്ങനെയാണ് നമ്മൾ അവിടെ എത്തിയത്? അവർ ഓർക്കുണ്ടാവും നമ്മൾ എങ്ങനെയാണ് വെച്ചാല് മാത്യു നേവിയില് സമ്മറൈനറാണ്. സമ്മറൈൻ റീഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യൻ നേവിയിൽ നിന്ന് സമരം കൊണ്ടുപോയതാണ് റഷ്യക്ക്. അവിടെ 2.5 വർഷത്തോളം അതെല്ലാം പുതുക്കി പണിത് തിരിച്ചു വരുന്നവരെ അങ്ങനെ ഞങ്ങളും അവിടെ പോയി. അങ്ങനെയാണ് ഞങ്ങൾ റഷ്യക്ക് സെന്റ് പീറ്റേഴ്സ്ബർഗിൽ പോകുന്നത്. അങ്ങനെയാണ് അവിടെ 2 വർഷം ഗവൺമെന്റ് കൊണ്ടുപോകുന്നതാണ്. അതെ, അപ്പൊ അങ്ങനെയാണ് കേട്ടോ അവിടെ എത്തിയത്. അല്ലെങ്കിൽ ഓർക്ക് എങ്ങനെയാണ് നമ്മൾ അവിടെ എത്തിയെന്നുള്ളൊരു ഇത് വരും. അതുകൊണ്ടാണ് പപ്പയുടെ വർക്കിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക്. ഞാനില്ല, ഞാൻ അമ്മയുടെ വയറ്റിലായിരുന്നു. കൊഞ്ചി അവിടെയാണ് 2 വർഷം പഠിച്ചത്. ഓക്കെ, അടുത്തത്, അമ്മ ബിലീവ് ചെയ്യുന്നുണ്ടോ ദാറ്റ് എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ ഓർ ലൈഫ് ഭയങ്കര റാൻഡം ആണെന്നാണോ അമ്മ വിശ്വസിക്കുന്നത്? ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫിന്റെ വഴിക്ക് അങ്ങ് നടക്കുന്നു എന്നാണോ, ഓർ എല്ലാം നടക്കുന്നത് ഒരു റീസൺ ആയിട്ടാണെന്നാണോ അമ്മ വിശ്വസിക്കുന്നത്? ഞാൻ റാൻഡം ആയിട്ടാണെന്നല്ലേ വിശ്വസിക്കുന്നത്. എല്ലാം ഒരു റീസൺ ഉണ്ട്. എല്ലാം നല്ലതിനാണോ? എല്ലാം നല്ലതിനും ചീത്തയാണെന്ന് പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ. നല്ലതിന് വേണ്ടിയിട്ടാണോ? നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ നല്ലതിന് വേണ്ടിയിട്ടൊക്കെ തന്നെ നടന്നിട്ടുള്ളൂ. അല്ലാണ്ട് ചീത്തയാണല്ലോ. എനിക്ക് പക്ഷേ നെഗറ്റീവായിട്ട് ചിന്ത വരുന്ന ആളാണ്. അതിനെ ഓവർകം ചെയ്യാനായിട്ട് ചിലപ്പോഴൊക്കെ ഞാൻ ബുദ്ധിമുട്ടാറുണ്ട്. എന്നാൽ നെഗറ്റീവ് ചിന്ത പെട്ടെന്ന് വരും, പെട്ടെന്ന് നെഗറ്റീവ് തോട്ട് വരും. അതിപ്പോ നമ്മൾ ഫോൺ വിളിച്ചെടുത്തില്ലെങ്കിൽ അമ്മ നേരെ ഫോൺ വിളിച്ചിട്ട് എന്താ എടുക്കാൻ എല്ലാ പാരന്റ്സ് അങ്ങനെയാണ്. അതെന്താ വെച്ചാൽ അതുകൊണ്ട് പിന്നെ എന്താണെന്നറിയാവോ, പപ്പ ഷിപ്പിലാവുമ്പോൾ എനിക്ക് പെട്ടെന്ന് ടെൻഷനാവും. ഒരു സമയത്ത് ഒരു കറക്റ്റ് ടൈമുണ്ട് ഫോൺ വിളിക്കുന്നത്. ആ ടൈമിൽ ഫോണൊന്നും വന്നില്ലേ, എന്ത് പറ്റി, കടയിലാണല്ലോ, അങ്ങനെ ഒരു ചിന്ത വരും. അങ്ങനെയാണ് നെഗറ്റീവ് ചിന്തകൾ വന്നു തുടങ്ങിയത്. പക്ഷെ അത് അമ്മ തന്നെ ഓവർകം ചെയ്യും ഈസിലി. ഈസിലി എന്നല്ല, നമ്മുടെ ലൈഫിന്റെ ഭാഗമായിട്ട്. ഈസി അല്ല, എല്ലാം നമ്മുടെ എഫേർട്ട് ഇട്ടിട്ടാണ് എല്ലാം. അടുത്ത് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അമ്മയുടെ ലൈഫിൽ എന്തൊരു മൊമെൻറ്റിലായിരിക്കും അമ്മയ്ക്ക് അമ്മയോട് തന്നെ ഭയങ്കര പ്രൗഡായിട്ട് തോന്നിയത്? ട്രൂലി പ്രൗഡ് ഓഫ് യുവർ സെൽഫ്. ആസ് എ മദർ ആയിരിക്കാം, ആസ് എ വൈഫ് ആയിരിക്കാം, ആസ് എ ചൈൽഡ് ആയിരിക്കാം, എന്തും ആവാം. അമ്മയ്ക്ക് സ്വന്തമായിട്ട് അങ്ങനെ പ്രൗഡായിട്ട് തോന്നുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ശരിക്കും പ്രൗഡായിട്ട് തോന്നുന്നത് ഹോം മേക്കർ. ഞാൻ എൻ്റെ വീട്ടിൽ ഇവിടെയും എന്താ പറയുക, പിന്നെ കല്യാണം കഴിഞ്ഞൊരു വീട്ടിൽ വേറൊരു വീട്ടിലല്ലേ നമ്മൾ ചെല്ലുക, അവിടെയും ഒക്കെയും എനിക്ക് ഭയങ്കര കംഫർട്ടബിളായിട്ട് ജീവിക്കാൻ പറ്റിയിട്ടുണ്ട്, ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട്. പിന്നെ അപ്പോൾ ഞാൻ ഭയങ്കര അതിൽ തന്നെ ഞാൻ ഭയങ്കര പ്രൗഡാണ്. നമ്മളെപ്പോഴും പ്രശ്നങ്ങൾ, പിന്നെ ഫ്രണ്ട്സ്, എനിക്ക് എന്താ പറയുക, കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേവിയിലൊക്കെ അവിടെ ചെന്നിട്ട് നല്ല ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഒരു പ്രശ്നങ്ങളും ഇന്നേ വരെ ഉണ്ടാവാതെ ഇപ്പോഴും ആ ഫ്രണ്ട്സ് ഉണ്ട്. നന്നായിട്ട് അത്ര അതിൽ ഞാൻ ഭയങ്കര പ്രൗഡാണ്. പിന്നെ വീട്ടിലാണേലും, മീൻസ് നമ്മൾ വേറൊരു വീട്ടിൽ ചെന്ന് കഴിയുമ്പം ഒത്തിരി പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ, അങ്ങനെ പ്രശ്നങ്ങൾ, ഒരു ഇൻലോസ് അമ്മ ഉദ്ദേശിക്കുന്നത് മെയിനായിട്ട് അമ്മയ്ക്ക് റിലേഷൻഷിപ്സ് നന്നായി മെയിൻറ്റെയിൻ ചെയ്യാൻ അറിയാം, അതല്ലേ അമ്മ? ചെയ്യാൻ അറിയാവുന്ന അങ്ങനെയല്ല, പറ്റിയിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിലേഷൻഷിപ്സ് എന്ന് പറയുമ്പോൾ എല്ലാ കൈൻഡ് ഓഫ് റിലേഷൻഷിപ്സ്, ഇപ്പം ഇൻലോസ് ആയിട്ടുള്ള റിലേഷൻഷിപ്സ്, പപ്പയുടെ അപ്പൻ അമ്മയായിട്ടുള്ള റിലേഷൻഷിപ്പ്, അമ്മയുടെ അപ്പൻ അമ്മയുടെ റിലേഷൻഷിപ്പ്, അമ്മയുടെ നാത്തൂന്മാരായിട്ട് റിലേഷൻഷിപ്പ്, അമ്മയുടെ ഫ്രണ്ട്സ് ആയിട്ട് റിലേഷൻഷിപ്പ്, മക്കളായിട്ട്, അപ്പം എല്ലാം അമ്മയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് നന്നായിട്ട്. അതാണ് അമ്മ ട്രൂലി പ്രൗഡ് ഓഫ് യുവർ സെൽഫ്. പിന്നെ അതുപോലെ അമ്മ, ആർന്റ് യു പ്രൗഡ് ഓഫ് ദ ഹോം യു ഹാവ് ബിൽഡ്? അത് പിന്നെ പറയാനുണ്ടോ, അത് ഫസ്റ്റ് തിങ് അല്ലേ. അതാ എന്താണ് അത് ഫസ്റ്റ് അല്ലേ. മക്കളൊക്കെ ഇങ്ങനെ, അത് തന്നെ ഏറ്റവും വലുതല്ലേ. ഒരു ഇങ്ങനെയൊന്നും പെടാതെ നല്ല ഇതിൽ 2 മക്കൾ വളർന്നു വരുന്നത് തന്നെ ഭയങ്കര പ്രൗഡായിട്ടുള്ള കാര്യമല്ലേ. 2 പെൺകുട്ടികൾ. ഓക്കെ, അപ്പം ലാസ്റ്റ് ആയിട്ട് ചോദിക്കാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മയ്ക്ക് എന്ത് ഉപദേശമാണ് എന്നോട് പറയാനുള്ളത്? എന്തായാലും ഞാനിപ്പോൾ 20s-ലാണ്. എല്ലാത്തിനും ഞാൻ പറയല്ലേ, എല്ലാത്തിനും നന്ദി ഉണ്ടാവുക. അത് ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലുത്. അതുണ്ടെങ്കിൽ തന്നെ ജീവിതം ഒരു ബുദ്ധിമുട്ടില്ലാണ്ടങ്ങ് പോയിക്കോളും. നന്ദി ഉണ്ടാവുക. ദൈവം എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ശക്തിയിൽ വിശ്വസിക്കുക. അത് നന്ദി ഉണ്ടാവുക, എല്ലാത്തിനും നന്ദി പറയുക. ഒരു കാര്യം കിട്ടിയിട്ടില്ലല്ലോ എന്നോർത്ത് സങ്കടപ്പെടാതെ കിട്ടിയതിനെ ഓർത്ത് എപ്പോഴും
ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കുക. അത് ആക്ച്വലി ഇറ്റ് മേക്സ് എ ലോട്ട് ഓഫ് ഡിഫറൻസ്. നമുക്ക് ഇല്ലാത്തതിനെക്കാട്ടും നമുക്കുള്ളതിനെ പറ്റി നമ്മൾ ആലോചിച്ച് ഓക്കെ നമ്മുടെ കയ്യിൽ ഇതുണ്ടല്ലോ, ഇത് നമ്മൾ എത്രയോ ബെറ്റർ എന്നല്ല, നമ്മളുടെ കയ്യിൽ ഉണ്ടല്ലോ ഇത്. നമുക്ക് ഇല്ലാത്തതിനെ നമ്മൾ എന്തിനാണോ കുറച്ചുകൂടി അറ്റൻഷൻ കൊടുക്കുന്നത് അതായിരിക്കും നമുക്ക് കുറച്ചുകൂടെ ഫീൽ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ നെഗറ്റിവിറ്റിയിലാണ് അറ്റൻഷൻ കൊടുക്കുന്നതെങ്കിൽ നമുക്ക് നെഗറ്റിവിറ്റി തന്നെ ഫീൽ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ പോസിറ്റിവിറ്റിയിലാണ് അറ്റൻഷൻ കൊടുക്കുന്നതെങ്കിൽ പോസിറ്റിവിറ്റി തന്നെ ഫീൽ ചെയ്തുകൊണ്ടിരിക്കും. സോ മാക്സിമം നമ്മൾ പോസിറ്റിവിറ്റി അല്ലെങ്കിൽ അല്ലേ പോസിറ്റീവ് ആയിട്ടുള്ള വരും, പക്ഷെ അതിനെ മാനേജ് ചെയ്യാൻ പഠിക്കുക കുറച്ചുകൂടി. അതിനെ മാനേജ് ചെയ്യാൻ പഠിക്കുകയും അതങ്ങനെ എന്താ പറയുക അല്ല ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ എനിക്ക് സങ്കടം വന്നാൽ അതിനെ കരഞ്ഞങ്ങ് തീർക്കുക, അത്ര തന്നെ. സങ്കടം വന്നാൽ കരഞ്ഞു തീർക്കുക, സന്തോഷം വന്നാൽ ചിരിച്ചു തീർക്കുക, സന്തോഷിക്കുക, അങ്ങനെയല്ലേ. പിന്നെ അങ്ങനെ ജീവിതം അങ്ങനെ അങ്ങനെ അങ്ങ് പോവുക. അതെ, ഒരു ജീവിതമേ ഉള്ളൂ, അത് അങ്ങ് നല്ല പോലെ ഹാപ്പി ആയിട്ട് അങ്ങ് ജീവിച്ച് പോവാ, അതാണ്. അപ്പം അത്രയുള്ള അമ്മ. എങ്ങനെ ഉണ്ടായിരുന്നു Q&A? ചെറിയ Q&A ആയിരുന്നു, വളരെ കുറച്ചുകൂടെ വേണം തോന്നിയായിരുന്നു. അവർക്ക് മതിയായിരുന്നു. അങ്ങനെയല്ല, മതി, എന്തിനാ ഒരുപാട് വെറുതെ പറഞ്ഞ് വെറുപ്പിക്കണ്ടല്ലോ. അവർക്ക് വെറുപ്പൊന്നുമില്ല, ലൈക്ക് അല്ലേ ലിസണിങ് ടു കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെന്താ അങ്ങനെ, അതൊക്കെ അമ്മ തിങ്ക് ചെയ്യുന്നതാ. അതൊക്കെ നമുക്ക് കാണാൻ ആഗ്രഹമില്ലാത്ത ആൾക്കാരാണെങ്കിൽ അവർ പോസ് ചെയ്യും, ദാറ്റ്സ് ഇറ്റ്. നമ്മളും അങ്ങനെയല്ലേ, നമുക്ക് എന്തെങ്കിലും കാണുന്നുണ്ട് കുറച്ച് കഴിയുമ്പോൾ കാണാൻ താല്പര്യമില്ലെങ്കിൽ നമ്മളത് ബാക്കി കാണത്തില്ല, അത്രേ ഉള്ളൂ ഗൈസ്. നിങ്ങൾക്ക് എന്താ പറയുക, ഞാനും അമ്മയും കൂടെ അമ്മയുടെ അടുത്ത് ചുമ്മാ ഒരു റാൻഡം ആയിട്ടുള്ള ഒരു സെഷൻ പോലെ ഞാൻ എടുത്തതാണ്. അപ്പോൾ അമ്മയ്ക്ക് എന്തായാലും അമ്മയുടെ ഗിഫ്റ്റും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ നമുക്ക് എന്തായാലും ചാച്ച ബബ്ബെ പറഞ്ഞാലും ഇവരോട് നല്ലൊരു ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു വിത്ത് അമ്മ. അമ്മയുടെ അടുത്ത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാറുണ്ട് ഇതിനെ പറ്റിയിട്ട്. അപ്പം ഞാൻ ഓർത്ത് നിങ്ങളോട് അല്ലേ, ഞാൻ നിങ്ങളോട് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നതാണ് ഓരോരോ കാര്യങ്ങൾ. അങ്ങനെ അപ്പോൾ ചിന്നുമായിട്ട് സംസാരിക്കുന്നത് എങ്ങനെ, ചിന്നുവിന് ചില അറിയാണ്ട് എങ്ങനെയാണ്. അത് ഞാൻ ലൈഫിനെ പറ്റി ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ഇങ്ങനെയാണ് എന്താ പറയുക പ്രസവിച്ചപ്പോൾ എങ്ങനെയായിരുന്നു, അങ്ങനെയൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്. ഇങ്ങനെ അറിയാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ്, എന്താണ് ഇവരുടെ സൈഡ് ഓഫ് ദ സ്റ്റോറി എന്ന് അറിയാനൊരു ക്യൂരിയോസിറ്റി ഉണ്ട് എനിക്ക്. എങ്ങനെയാണ് ഇവർ ഇത്രയും വയസ്സായല്ലോ, അപ്പം എങ്ങനെ ജീവിച്ചു വന്നു, ഒരു ക്യൂരിയോസിറ്റിയാണ് അത് എപ്പോഴും. ഇവരുടെ കാലത്ത് ഇവരെങ്ങനെയാണ് ജീവിച്ചത്, അപ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു ഇങ്ങനെ ഒരു സെഷൻ വെച്ച് നമുക്ക് സംസാരിക്കാമെന്ന്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ. അതെ, ഞാൻ ചിന്നുവിനോട് എപ്പോഴും പറയാല്ലേ, ചിന്നൊക്കെ ഇങ്ങനെ സ്കൂളിൻ്റെ മുറ്റത്ത് ജീവിച്ച് അല്ലേ, സ്കൂളിലോട്ട് ഒറ്റ ചാട്ടത്തിന് ഞാനാണ് കിലോമീറ്റേഴ്സ്. അതെ, പണ്ടത്തെ എല്ലാവരും പറയും ഞാൻ 4 കിലോമീറ്റർ നടന്ന് പാറ കയറി കല്ലോടി പുഴ നീന്തി കടന്നിട്ടൊക്കെ സ്കൂളിൽ പോയി. സത്യം പുഴ നീന്തേണ്ടി വന്നില്ല, എന്നാലും ഇങ്ങനെ ആടുന്ന പാലമില്ലേ, തൂക്കുപാലം, ഇതൊന്നും ആരും അത് കണ്ടിട്ടുണ്ടാവൂല. അങ്ങനത്തെ പാലമൊക്കെ അതൊക്കെ കേട്ട് മടുത്തതാ. അങ്ങനെയൊക്കെ സ്കൂളിൽ പഠിച്ചതാണ്. അങ്ങനത്തെ കാര്യങ്ങളല്ല ഞാൻ ചോദിക്കാറുള്ളത്. ഇപ്പൊ ഞാനത് കേട്ട് മടുത്തോണ്ട് ഞാൻ അല്ലാണ്ട് ഇങ്ങനെ ലൈഫ് എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. ലൈഫ് യെസ്, പാർട്ട് ഓഫ് താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് മൈ യൂട്യൂബ് ചാനൽ. എന്തായാലും നമ്മുടെ ബിസിനസ് ഒക്കെ നന്നായി പോട്ടെ. സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് ലൈക്ക്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഗൈസ്, ബൈ.